തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്രയുടെ 2ാം ദിവസത്തെ യാത്രയിലേക്കാണ്. ഓമലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര പുറപ്പെട്ടു എന്നാണ് അറിയുന്നത്. മിഥുൻ മുരളി അത് അപ്ഡേറ്റ് ചെയ്യും. മിഥുൻ, ഘോഷയാത്ര പുറപ്പെട്ടു എന്നുള്ളതാണ് വിവരങ്ങൾ എന്താണ്? ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലായിരുന്നു ഇന്നലെ ആദ്യ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഘോഷയാത്ര. ഇന്നലെ രാത്രി വിശ്രമം അവിടെയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് അവിടെ നിന്നും വീണ്ടും യാത്ര തിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നതും. മിഥുൻ കൂടുതൽ വിവരങ്ങൾ നൽകും. മിഥുൻ, വഴിപാടുകളിലും ഘോഷയാത്രയുടെ പ്രകടനം നടത്തുന്ന വഴിപാടുകളെല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിൽക്കുന്ന ഭക്തിശാസ്ത്രമായ സ്വർണ്ണമന്ത്ര മിശ്രിതം മാത്രമായ അന്തരീക്ഷത്തിൽ മാറിയിരിക്കുന്നത്. രാവിലെ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹമായിരുന്നു. ഘോഷയാത്ര ദർശിക്കുന്നതിന് വേണ്ടി തങ്കയങ്കി ദർശിക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായിട്ടുള്ള തിരക്കായിരുന്നു ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ ഉണ്ടായിരുന്നത്. 8 മണിക്ക് തന്നെ സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ, നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ രാവിലെ 8 മണിക്ക് തന്നെ, കൃത്യം 8 മണിക്ക് തന്നെ ഘോഷയാത്ര ഇന്നത്തെ പ്രയാണം ആരംഭിച്ചിരിക്കുന്നു. ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര വഴിത്താരകളിലേക്ക് പുറത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇനി രാവിലെ 10:45 കൂടി പത്തനംതിട്ട ടൗണിലേക്ക് ഘോഷയാത്ര എത്തും. 10:45 മുതൽ പത്തനംതിട്ട ടൗണിലെ പത്തനംതിട്ട ഊരാമൺ ദേവീക്ഷേത്രം, അയ്യപ്പ ശാസ്താ ക്ഷേത്രം തുടങ്ങി വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ പത്തനംതിട്ട ടൗണിൽ ഏറ്റുവാങ്ങി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി കടമനിട്ട ദേവീക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര എത്തും. 1 മണിക്ക് കടമനിട്ട ദേവീക്ഷേത്രത്തിലാണ് ഇന്ന് ഉച്ചക്കത്തെ വിശ്രമവും ഭക്ഷണവും എല്ലാം ഒരുക്കിയിരിക്കുന്നത്. 2:15 വരെയാണ് കടമനിട്ടയിൽ ഘോഷയാത്ര തുടരുക. 2:15 വരെയുള്ള സമയത്ത് അവിടെ ഭക്തജനങ്ങൾക്ക് ഘോഷയാത്ര ദർശിക്കുന്നതിനുള്ള, തങ്കയങ്കി ദർശിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 2:15 ഇന്നത്തെ ഉച്ചക്കത്തെ പ്രയാണം വീണ്ടും തുടരും. വൈകിട്ട് 6:45 കോന്നി ടൗണിലേക്ക് ഘോഷയാത്ര പ്രവേശിക്കും. 7:45 കോന്നി ചിറ്റൂർ ക്ഷേത്രത്തിലേക്ക് എത്തും. 8:30 ഇന്നത്തെ രാത്രി വിശ്രമം ഒരുക്കിയിരിക്കുന്ന കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര എത്തും. ഇന്നത്തെ പ്രയാണം അവസാനിക്കും. നാളെ രാവിലെ 8 മണിക്ക് കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ നിന്നുമാണ് 3ാം ദിവസത്തെ പ്രയാണം ആരംഭിക്കുന്നത്. 3ാം ദിവസത്തെ പ്രയാണം അവസാനിക്കുന്നത് പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിലാണ്. 4ാം ദിവസത്തെ പ്രയാണം 25-ാം തീയതി ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്ന ദിവസം. അവസാന ദിവസത്തെ പ്രയാണം പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും രാവിലെ 8 മണിക്ക് ആരംഭിച്ച് 11 മണിയോടുകൂടി നിലയ്ക്കലിലെത്തും. നിലയ്ക്കൽ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. നിലയ്ക്കലിലെ സ്വീകരണത്തിന് ശേഷം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പമ്പയിലെത്തും. പമ്പയിലെ സ്വീകരണം 3 മണി വരെ പമ്പയിൽ ഘോഷയാത്ര തുടരും. അവിടെ ഭക്തജനങ്ങൾക്ക് ഈ തങ്കയങ്കി ദർശിക്കുന്നതിനുള്ള സൗകര്യവും പ്രത്യേക സ്വീകരണവും എല്ലാം പമ്പയിലുണ്ട്. 3 മണിക്ക് പമ്പയിൽ നിന്നും പുറപ്പെടുന്ന ഘോഷയാത്ര വൈകിട്ട് 5:30 ശരംകുത്തിയിലെത്തും. ശരംകുത്തിയിൽ നിന്നും ദേവസ്വം ജീവനക്കാരെല്ലാം ആചാരപരമായിട്ടുള്ള സ്വീകരണത്തോടുകൂടി ഘോഷയാത്രയെ ആനയിച്ച് 18-ാം പടി കയറി സോപാനത്തേക്ക് എത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തങ്കയങ്കി ഏറ്റുവാങ്ങി അയ്യപ്പ ഭക്തരുടെ ആ വലിയ ആഗ്രഹ സഫലീകരണത്തിന്റെ പുണ്യമുഹൂർത്തമായിട്ട് 6:30 തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. പിന്നീട് 26-ാം തീയതി ഉച്ചയ്ക്ക് 41 ദിവസത്തെ ഈ വർഷത്തെ മണ്ഡലകാലത്തിന് സമാപനം കുറിച്ച് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജയും നടക്കും. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിറപറയും നിലവിളക്കുമൊക്കെ ഒരുക്കി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പ്രസാദങ്ങൾ ഭക്തജനങ്ങൾക്ക് നൽകുന്നതിന്, അയ്യപ്പസ്വാമിക്ക് നേർച്ചകൾ വഴിപാടുകൾ അർപ്പിക്കുന്നതിനുള്ള സൗകര്യമൊക്കെ ഒരുക്കിക്കൊണ്ടാണ് ഘോഷയാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും സമയക്രമം പരമാവധി പാലിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഘോഷയാത്രയിൽ സമയക്രമം പരമാവധി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളായിരുന്നു ഇന്നലെയും നടത്തിയത്. ഇന്നും കൃത്യം 8 മണിക്ക് തന്നെ പുറപ്പെട്ട ഘോഷയാത്ര പരമാവധി സമയക്രമം പാലിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് അശ്രാന്തമായിട്ടുള്ള ഒരു വലിയ ദൗത്യം തന്നെയാണ് ഈ കൃത്യം സമയക്രമം പാലിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത്. കാരണം വിവിധ ഭാഗങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്. തൊഴുകൈയോടുകൂടി വിവിധ ഭാഗങ്ങളിൽ ഭക്തജനങ്ങൾ കാത്തു നിൽക്കുമ്പോൾ അവരുടെ വഴിപാടുകൾ, നേർച്ചകൾ, നിറപറ, നിലവിളക്കൊക്കെ ഒരുക്കി വഴിപാടുകൾ സമർപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ വളരെ സാവധാനം മാത്രമേ പലയിടങ്ങളിലും ഭക്തജനങ്ങളുടെ പങ്കാളിത്തം വളരെ കൂടുതലായിട്ട്, ഭക്തജന സാന്നിധ്യം വളരെ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ ഘോഷയാത്രയ്ക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ, നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ ഘോഷയാത്ര മുന്നോട്ട് പോകുന്നതിനുള്ള ശ്രമകരമായ ദൗത്യം തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും രാവിലെ 8 മണിക്ക് ഘോഷയാത്ര പുറപ്പെടുന്നു. രാവിലെ 7:45 പരിശോധനകൾ, മറ്റ് കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി ഘോഷയാത്ര രഥത്തിലേക്ക് തങ്കയങ്കി എത്തിച്ചു. പിന്നീട്
മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് 8 മണിക്ക് തന്നെ ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. ഇന്ന് 23 ഇടങ്ങളിലാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. അതിൽ ക്ഷേത്രങ്ങളുണ്ട്, ഭക്തജന സംഘടനകളുണ്ട്, ഹൈന്ദവ സംഘടനകളൊക്കെ ഒരുക്കിയിരിക്കുന്ന വിവിധ കേന്ദ്രങ്ങൾ, അങ്ങനെ 23 കേന്ദ്രങ്ങളിലാണ് ഇന്ന് സ്വീകരണമുള്ളത്. ഇന്നലെ 29 കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങളാണ് ഘോഷയാത്ര ഏറ്റുവാങ്ങിയത്. അങ്ങനെ 80-നടുത്ത് കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങളാണ് ഈ 4 ദിവസത്തെ പ്രയാണത്തിലൂടെ ഘോഷയാത്ര ഏറ്റുവാങ്ങുന്നത്. 80 ഇടത്തെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഘോഷയാത്ര 25-ാം തീയതിയോടുകൂടി പമ്പയിലേക്ക് എത്തുന്നത്. വളരെ സാവധാനത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങുന്ന ഘോഷയാത്ര ഇനി പരമാവധി സമയക്രമം പാലിച്ചു തന്നെ പരമാവധി ഇടങ്ങളിലേക്ക് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പത്തനംതിട്ട ടൗണിലേക്ക് 11:10 കൂടി എത്തുന്ന ഘോഷയാത്ര പത്തനംതിട്ട ടൗണുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ശാസ്താ ക്ഷേത്രങ്ങളിൽ, വിവിധ ക്ഷേത്രങ്ങളിൽ, ഭക്തജന സംഘടനകളിലൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി കടമനിട്ട ദേവീക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. പ്രധാനപ്പെട്ട പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ എല്ലാം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. കോന്നി ടൗണിലേക്ക് 7:45 കൂടി കോന്നി ടൗണിലേക്ക് പ്രവേശിക്കും. അവിടെയും വലിയ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട പത്തനംതിട്ട ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ശബരിമല തീർത്ഥാടകരെല്ലാം ധാരാളം എത്തുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് കോന്നിയുമൊക്കെ. പെരുന്നാടായാലും അങ്ങനെ തന്നെയാണ്. പെരുന്നാട് നാളെ എത്തുമ്പോൾ അവിടെയും ശബരിമല തീർത്ഥാടകരൊക്കെ ധാരാളമായി എത്തുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ വലിയ ഭക്തജന സാന്നിധ്യം, ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് ഈ ഭാഗങ്ങളിലെല്ലാം അനുഭവപ്പെടും. കഴിഞ്ഞ ദിവസവും അത് തന്നെയാണ് കണ്ടത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര പുറപ്പെട്ട് ആ വഴിത്താരകളെല്ലാം തന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം മുതൽ ഇന്നലെ വൈകിട്ട് ഓമല്ലൂർ രക്തകണ്ഠ സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ആ വഴിത്താരകളിലെല്ലാം ഭക്തജനങ്ങളുടെ വലിയ സാന്നിധ്യം, ഭക്തജന തിരക്ക്, ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച, നിറപറയും നിലവിളക്കും ഒക്കെ ഒരുക്കി ഭക്തജനങ്ങൾ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന കാഴ്ച. രാവിലെ മുതൽ തന്നെ വിവിധ വീടുകൾ, ഈ ഘോഷയാത്ര കടന്നു പോകുന്ന വീടുകൾ, സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വിളക്കളും നിറപറയും നിലവിളക്കും ഒക്കെ ഒരുക്കി ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു കാണാൻ കഴിഞ്ഞിരുന്നത്. ഭക്തിസാന്ദ്രമാണ്. വഴിപാടുകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി തിരക്കി നിൽക്കുന്ന ഭക്തജനങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഭക്തി മാത്രം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ കൂടി, ശരണമന്ത്ര മുഖരിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ കൂടി ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം മുതൽ അങ്ങ് പമ്പ വരെയുള്ള മുഴുവൻ വഴിത്താരകളും ഒരു ശരണമന്ത്ര മുഖരിതമായിട്ടുള്ള ഭക്തി നിർഭരമായിട്ടുള്ള ഭക്തിയുടെ പാരമ്യത്തിലെത്തുന്ന അന്തരീക്ഷത്തിൽ കൂടി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു വഴിത്താരകളിൽ കൂടി സഞ്ചരിക്കുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പം വേഗത കൂട്ടി പരമാവധി സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമകരമായ ദൗത്യം തന്നെയാണ് ഘോഷയാത്ര ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ വിശദമായ റിപ്പോർട്ടായിരുന്നു. ഇത് കടന്നു പോകുന്ന വഴികൾ എവിടെയൊക്കെ ഇന്ന് വിശ്രമമുണ്ടാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ മിഥുൻ വ്യക്തമായി പറയുകയായിരുന്നു. പ്രേക്ഷകർക്ക് നല്ല കൃത്യമായ ഒരു ചിത്രം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ഈ ഒരു ചിത്രം നമുക്കും ലഭിച്ചിട്ടുണ്ട്. നമ്മൾ കൃത്യമായി ഈ സമയങ്ങളിലെല്ലാം പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങൾ കൃത്യസമയത്ത് എത്തിക്കുകയും ചെയ്യും. ഈ തങ്കഅങ്കി ഘോഷയാത്രയ്ക്കൊപ്പം ഉണ്ട്.